السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ്ഹ് പാഠം 194. ഏതൊരു കുട്ടിയുടെയും അഖീഖത്ത് നിർവഹിക്കേണ്ട ചുമതല ആ കുട്ടിക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള വ്യക്തിയുടെ മേലിലാണ്. ആ വ്യക്തി തനിക്ക് സാമ്പത്തിക കഴിവുണ്ടെങ്കിൽ തൻ്റെ ചെലവിൽ കഴിയുന്ന കുട്ടിക്ക് വേണ്ടി അഖീഖ നിർവഹിച്ചിരിക്കണം. പക്ഷേ അത് ആ കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നത് വരെയാണ് തൻ്റെ ചുമതല നിലനിൽക്കുന്നത്. പ്രായപൂർത്തിയാകുന്നതോടുകൂടെ ആ ഉത്തരവാദിത്വം തന്നിൽ നിന്ന് നീങ്ങുകയാണ്. എന്നാൽ പ്രായപൂർത്തിയാകുന്നതോടുകൂടെ അഖീഖത്ത് നിർവഹിക്കണം എന്ന തേട്ടം ഈ പ്രായം തികഞ്ഞ വ്യക്തിയോട് തന്നെയാണ്. അതായത് തൻ്റെ അഖീഖത്ത് തനിക്ക് ചെലവ് തരൽ നിർബന്ധമുള്ള വ്യക്തി തനിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് നിർവഹിച്ചിട്ടില്ലെങ്കിൽ ആ അഖീഖത്ത് നിർവഹിക്കാനുള്ള ചാൻസ് പ്രായപൂർത്തിയായ ഏതൊരു വ്യക്തിക്കും ഉണ്ട്. തൻ്റെ സ്വന്തം അഖീഖ നിർവഹിക്കൽ തനിക്ക് സുന്നത്തുണ്ട്. അത് തൻ്റെ രക്ഷിതാവ് നിർവഹിക്കാതിരുന്നത് സാമ്പത്തികമായി ശേഷിയില്ലാത്തത് കൊണ്ടാണെങ്കിലും, അതല്ല ശേഷി ഉണ്ടായിട്ട് നിർവഹിക്കാതെ പോയതാണെങ്കിലും, ഏതു ഘട്ടത്തിലും തൻ്റെ അഖീഖ നിർവഹിക്കപ്പെടാത്ത സ്ഥിതിയിൽ പ്രായപൂർത്തിയായ ഏതൊരാൾക്കും തൻ്റെ അഖീഖ നിർവഹിക്കൽ സുന്നത്തുണ്ട്. അത് ഏതു കാലത്തും നിർവഹിക്കാം, എത്ര പ്രായത്തിലും നിർവഹിക്കാം. ഇപ്പോൾ പ്രായാധിക്യത്തിൽ കഴിയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അഖീഖ ആ സമയത്ത് തൻ്റെ രക്ഷിതാവ് നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് നിർവഹിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നിർവഹിക്കൽ സുന്നത്താണ്. അപ്പോൾ ആലോചിക്കുക, ഓരോരുത്തരും അവരവരുടെ അഖീഖ അവരവരുടെ രക്ഷിതാക്കൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ അത് ഇപ്പോൾ നിർവഹിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആ സുന്നത്ത് നിർവഹിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തുകളൊക്കെ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.